പ്രകടമായിട്ടുണ്ടെന്നാണ് പൊതുവെ വെപ്പ്. കേരളത്തിൽ അത് വളരെ പ്രകടമായിട്ടല്ല, വളരെ ശക്തമായ തോതിൽ ജാതി ഉണ്ടെങ്കിൽ പോലും വളരെ പ്രകടമായിട്ട് പൊതു ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, ദളിതന്മാരെ ക്രൂരമായി മർദ്ദിച്ച് കൊല്ലുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന. കേരളത്തിൽ പക്ഷേ അതിന് പ്രകടനം ഇല്ലാത്തതുകൊണ്ട് പൊതുവെ മലയാളികൾ, പുറത്തുനിന്നുള്ള മലയാളികൾ പൊതുവെ പറയുന്നത് ജാതിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല, ഇതിനേക്കാൾ നല്ലൊരു സംസ്ഥാനമാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ജാതി പ്രകടമായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്? നമ്മൾ കണ്ണുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള, വളരെ പ്രകടമല്ലാത്ത രീതിയിലുള്ള, പക്ഷേ വളരെ ശക്തമായ രീതിയിൽ ജാതി ഇവിടെയും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ഒരു അഭിപ്രായത്തിൽ ചെറിയ ഇതിൽ ജാതി ഇവിടെ പ്രകടമാകുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ അപകടകരമായ രീതിയിലാണ് ഇവിടെ ജാതി. മറ്റ് സ്ഥലങ്ങളിൽ അതിനൊരു വ്യക്തത, അതിനൊരു നിർമ്മലമായിട്ടുള്ള രൂപമുണ്ട്. ഇവിടെ സങ്കീർണമാണ്. ഇവിടെ വാസ്തവത്തിലെ ജാതിൻ്റെ രൂപം വളരെ സങ്കീർണമാണ്. എന്ന് വെച്ചാൽ അതിനെ തിരിച്ചറിയാൻ പ്രയാസം. അത് വാസ്തവത്തിൽ മറ്റെവിടെയെങ്കിലും ശക്തമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പിന്നെ രാഷ്ട്രീയ രംഗത്തുണ്ട്, സാമൂഹ്യ രംഗത്തുണ്ട്, മറ്റെല്ലാ മേഖലകളിലും അതുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ റിവിഷനിസത്തിൻ്റെ ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ്. ഈ വളക്കൂറുള്ള മണ്ണ് മാസത്തിൽ അതിനെ ഏറെക്കുറെ മനോഹരമായിട്ടുള്ള ഒരു ആവരണം സൃഷ്ടിച്ചു വെച്ചിരിക്കും. അവർ ഇതിനെ മാസത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കും. നിങ്ങൾക്ക് ഇവിടെയുള്ള ഏത് സവർണ ഉദ്യോഗസ്ഥ ലോബിയായാലും ശരി, ഏത് രാഷ്ട്രീയ നേതാവായാലും ശരി, സവർണ നേതാവായാലും ശരി, അവരോടൊക്കെ നമ്മൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാം, ജാതി എന്ന ഒന്നിനെ പറ്റി ചിന്തിക്കാനേ നമുക്ക്. ജാതിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് അങ്ങേറ്റത്തെ അസംബന്ധമാണ്. ജാതി ഏറെക്കുറെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചു കഴിഞ്ഞു. ജാതി ചോദിക്കുക എന്ന് പറഞ്ഞത് തന്നെ വളരെ ഭീകരമായിട്ടുള്ളൊരു തെറ്റാണ്. അങ്ങനെയാണ് ഇവിടുത്തെ NGO അസോസിയേഷൻ ജീവനക്കാർ രാഷ്ട്രീയത്തിൽ അത് പൂർണ്ണമായിട്ട് പ്രകടമായി വന്നു. പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ അത് കോളേജുകളിൽ നിന്ന് തുടങ്ങും. കോളേജുകളിൽ നിന്നാണ് ഈ ഇന്നത്തെ പുതിയ തലമുറ രാഷ്ട്രീയത്തിന് മുഴുവൻ വാർത്തെടുക്കപ്പെട്ടത്. അതിലെ പ്രവീണന്മാർ ഇടതുകാരാണ്. അവർ മാസത്തിൽ അവരുടെ വാഗ്മികളെ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്നത് കോളേജുകളിൽ നിന്നാണ്. അവരുടെ പ്രചാരകരെ മുഴുവൻ അവർ സെലക്ട് ചെയ്യുന്ന കോളേജുകളിൽ നിന്നാണ്. അവർ പിന്നെ മാസത്തിൽ അവരെ ഉയർത്തി കൊണ്ടുവരുന്നത് മറ്റൊരു സെലക്ഷൻ ഉണ്ട്, സവർണ സെലക്ഷൻ. കോളേജിൽ നിന്ന് അവർ വളർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും നല്ല പ്രാസംഗികന്മാരിലെ ദലിതര് പിന്നീട് കൊഴിഞ്ഞു പോകും. പിന്നോക്കക്കാരും ഒരു പരിധി വരെ കൊഴിഞ്ഞു പോകും. അവശേഷിക്കുന്നത് പാർട്ടിയിലേക്ക് DYFIയും മറ്റൊക്കെ ആയിട്ട് വരുന്നത് സവർണരാണ്. സവർണ നേതൃത്വം എങ്ങനെ സ്ഥാപിച്ചെടുക്കണം എന്ന് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരാണ്. അങ്ങനെ ഇന്ന് ഈ VSും മറ്റതുപോലുള്ളവരുണ്ടെങ്കിലും ഇന്ന് ഓരോ പ്രദേശത്തിനും ആണിക്കല്ല് ഒന്നുകിൽ അധ്യാപകന്മാർ ആയിട്ടുള്ള സവർണർ, അല്ലെങ്കിൽ NGO ആയിരിക്കുന്ന സവർണർ, അതല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ ഈ അധ്യാപകർ, NGOകൾ, ഈ പിന്നെ കോളേജുകളിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കഴിഞ്ഞ 10-40 വർഷമായിട്ട് അവർ വളർത്തിക്കൊണ്ട്, ഞാനുള്ള സമയത്ത് അങ്ങനെ വിളയിച്ചെടുക്കുന്ന പരിപാടിയില്ല. ഈ രീതിയിൽ വളർത്തി 40 വർഷം കൊണ്ട് ഇപ്പം 10, 50, 60 വർഷമായിട്ടുള്ളവരെല്ലാം തന്നെ ഈ കോളേജുകളിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്നവരുണ്ട് ധാരാളം. അപ്പൊ ഇതൊരു
സംഘടിതമായിട്ട് വാസ്തവത്തിൽ രാഷ്ട്രീയ നേതൃത്വം സംഘടിതമായിട്ട് വാസ്തവത്തിൽ സവർണർ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. മുമ്പ് ഈ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് തൊഴിലാളി പറയും, ഞാനത് അനുഭവിച്ച ആളാണ്. 40കളിൽ കോമൺവെൽത്തിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ പ്രവർത്തകർ പ്രാദേശികമായിട്ട് പാർട്ടി സംഘടിപ്പിക്കുന്ന അവരുടെ നെയ്ത്ത് തൊഴിലാളികളാണ്. അതാണ് വെച്ചാൽ 90% ഈഴവരാണ്. അപ്പൊ മുക്കത്തുനിന്ന് സൈക്കിൾ ചവിട്ടിയിട്ടാണ് കുഞ്ഞാട്ടം വരും. ഇന്ന് മുക്കത്തൊരു പാർട്ടി ഉണ്ടാക്കിയ ആളാണ് കുഞ്ഞാട്ടൻ. ഇവിടെ നെയ്ത്തുകാരനാണ്. അയാള് സൈക്കിൾ ചവിട്ടിയിട്ട് പിന്നെ ശനിയാഴ്ച പോയാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കൂലി വാങ്ങിപ്പോയാൽ തിങ്കളാഴ്ച നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ട് ഇവിടെ വരും. എന്നിട്ട് പീഡിയ മുറിയിട്ടാണ്. മുക്കത്ത് അതാണ് പാർട്ടി ഉണ്ടാക്കുന്നത്. അങ്ങനെ കോട്ടൺ മില്ലിലെയും കോമൺവെൽത്തിലെയും വോട്ട് കമ്പനികളിലെയും തൊഴിലാളികളാണ് കാർഷിക മേഖലയിൽ പാർട്ടി സംഘടിപ്പിച്ചത്. എല്ലാ സ്ഥലത്തും പാർട്ടിന്റെ കീ ആ തൊഴിലാളികളാണ്, കോഴിക്കോട്ടെ തൊഴിലാളികളാണ്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ, ഒരു 10 ബ്രാഞ്ച് സെക്രട്ടറിമാരെ നിങ്ങൾ സെലക്ട് ചെയ്താൽ അതിൽ ഒരാളെ നിങ്ങൾക്ക് തൊഴിലാളിനെ കണ്ടുകിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ 50-ൽ ഒരാളുണ്ടാകും. മുമ്പ് മുഴുവൻ തന്നെ പാർട്ടിന്റെ അടിത്തട്ടിലെ കീ മുഴുവൻ തന്നെ തൊഴിലാളി പറഞ്ഞു. അപ്പം ജാതിയുടെ പ്രവർത്തനത്തിന്റെ ഒരു വലിയ രൂപമാണ് അത്. രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ചെലുത്തുന്ന സ്വാധീനം, സവർണതയും സവർണ പ്രത്യയശാസ്ത്രം, അതെത്ര ഭംഗിയായിട്ട് ഒളിച്ചു വെക്കാം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവ് മാർക്സിസ്റ്റാണ്, റിവിഷനിസ്റ്റുകളാണ്, ഫാസിസ്റ്റുകളാണ്. ആ രീതിയിലുള്ള ഒരു മിഷണറി ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവര് ഒരു കാഴ്ചപ്പാടുണ്ട്. സൊസൈറ്റികളിൽ എത്രയോ ജീവനക്കാർക്ക് ജോലി കൊടുക്കുന്നതാണ് അവരുടെ ശക്തി. ഇന്ത്യയുടെ തൊഴിലാളികൾ ഞാൻ അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. ഭരണകൂടം കഴിഞ്ഞാൽ ഇവരാണ് ജോലി കൊടുക്കുന്നത്. ഭരണകൂടത്തിലെ 75% ഇവരാണ്. അവര് ഭരണകൂടം ജോലി കൊടുക്കുന്നതിൽ 75% ഇവരുടെ ഉപകരണങ്ങളാണ്. പിന്നെ പ്രൈവറ്റിലെ വലിയൊരു വിഭാഗം ഇവരാണ്. ഇങ്ങനെ സംഘടിതമായിട്ടുള്ള ഒരു വലിയ മിഷണറിയാണത്. അങ്ങേയറ്റത്തെ രാക്ഷസീയ ശക്തിയായിട്ടുള്ള ഒരു മിഷണറിയാണ്. അപ്പം അതിൻ്റെ ശക്തി സൊസൈറ്റികളിലെ ശരിയാണ്. 10,900 ബാങ്ക് ഒരു നിയമില്ല, അതിലൊക്കെ എത്ര വരും? അപ്പം ഇത്തരം ഒരു വലിയ രാക്ഷസീയമായിട്ടുള്ള ശക്തി രൂപം കൊണ്ടിരിക്കുന്നു. അത് കാണാതിരുന്നു. കോൺഗ്രസ്സുകാരൻ കൊന്നിരിക്കാം, പക്ഷെ അതേമാതിരി RSSകാരൻ കൊന്നിരിക്കാം. ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ട് സംഘടിതമായിട്ടും ഇത്രമാത്രം എണ്ണം വളരെ പ്രധാനമാണ്. ഇതിൽ ഇന്ത്യഗ്രാഹത്തിൽ ഇവർ കൊന്നതിൻ്റെ 10% മറ്റെല്ലാവരും കൂടി കൊന്നിട്ടുണ്ടാവും. അപ്പൊ അതല്ലേ പ്രധാനം. നിങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു വരാം. ഈ റിവിഷനിസ്റ്റ് ഫാസിസ്റ്റുകൾക്ക് അങ്ങനെ സംഘടിതമായിട്ട് കൊല്ലാൻ പറ്റും. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. ബൂർഷ്വാ ഡെമോക്രസി വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ള കാര്യത്തിൽ ലോകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നു. പക്ഷേ റിവിഷനിസം അങ്ങനെയല്ല. അത് ഇന്ത്യയിലായാലും ശരി, റഷ്യയിലായാലും ശരി, ചൈനയിലായാലും ശരി. അപ്പം റിവിഷനിസത്തിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി ഡെമോക്രസിയിലെ രാഷ്ട്രീയ പാർട്ടികളായിട്ട് കാണുന്നു. കോൺഗ്രസ്സുകാരൻ എനിക്ക് ഈ 40 കൊല്ലം അവരിന്നെ ഫോളോ ചെയ്തും കണ്ട് ഒരു ദിവസം ഒരു 10 ടെൻഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നെങ്കിലും അവരിന്നെ അവമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ വലിയ ഒരു കോൺഗ്രസ്സുകാരൻ നടക്കുന്നിരിക്കുന്നത്. ഓനിപ്പം അന്നേ വേണ്ടുള്ളൂ. ഓൻ പോയാലും ഓൻ്റെ സ്ഥാനം കൂടി നമുക്ക് കിട്ടും. അതാണ് അവൻ്റെ ചിന്ത. അവൻ്റെ പാർട്ടിയിൽ നിന്ന് പോയതിൻ്റെ പേരിൽ എത്ര ആളും കൊന്നിട്ടുണ്ടാവും. അപ്പം ഇത് വളരെ പ്രധാനമായിട്ട് കാണാൻ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിനും അത് സഹായിക്കുന്നില്ല, പത്രക്കാർക്ക് അത് സഹായിക്കുന്നില്ല. അവരും കൊന്നിട്ടുണ്ട്, നമ്മളും കൊന്നിട്ടുണ്ട്. അത് വലിയ തെറ്റാണ്. ഒരു റിവിഷനിസ്റ്റ് ഫാസിസത്തിനെ നേരിടുന്നതിൽ വലിയ തെറ്റാണ് നമ്മൾ. അതിൻ്റെ ഇതായിട്ടുള്ള ഇവരെ കൊന്നും കണ്ട് RSSകാരെ കൊന്നും കൊണ്ട് അവരുടെ ആശയത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആശയത്തിനെ വർദ്ധിപ്പിക്കാനല്ലാണ്ട് അങ്ങനെ കൊല്ലുന്ന ആരെയാണ്? തൊഴിലാളിയും കൃഷിക്കാരനെയല്ലോ. തൊഴിലാളിയും കൃഷിക്കാരാണ് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും RSS ആയാലും ചാവുന്നത്.
അവരെ കൊന്നും കണ്ട് അവർ കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച 10-60 വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് നിരീക്ഷിച്ചാണ്. അപ്പോൾ അവരെ കൊന്നും കൊണ്ടല്ല ആ പ്രശ്നത്തിൽ നിൽക്കേണ്ടത്. ഈ അംബേദ്കറുടെ ശ്രുതികളും സ്മൃതികളും ശാസ്ത്രങ്ങളെയും തകർത്ത് തരിപ്പടാക്കി കയ്യിലിട്ട് കൊടുത്തിട്ട് അവരെ തകർക്കുന്നത്. അങ്ങനെ സാധിക്കുകയുള്ളൂ. നാളെ അത് അങ്ങനെ കഴിയുള്ളൂ. അപ്പം അതിന് പകരം കൊല്ലാൻ തീരുമാനിച്ചു, ജയിച്ചിട്ട് കൊല്ലാൻ തീരുമാനിച്ചു. അപ്പം ഇവിടെയാണ് പ്രശ്നം. അപ്പം ഇവിടെ ജാതീയത, അന്ധവിശ്വാസങ്ങൾ, അംബേദ്കർ എതിർത്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇന്ന് വടക്കേ മലബാറിലാണ് ഏറ്റവും അധികം ജാതീയത ഉള്ളത്. വടക്കേ മലബാറിലാണ് കമ്മ്യൂണിസ്റ്റുകാരന് ഏറ്റവും സ്വാധീനം ശക്തിയുള്ളത്. എന്തുകൊണ്ടാണ് മാസത്തിൽ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്നത്? ഈ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിനെ എവിടെ എത്തിച്ചു? അപ്പം ആ അന്ധവിശ്വാസങ്ങളുടെ ഗുണഭോക്താവാണ് മാർക്സിസ്റ്റ്. അത് കാണാതിരുന്നു. ഈ രീതിയിൽ ആ പ്രശ്നത്തിന് വിശകലനം ചെയ്യാൻ നമുക്ക് കഴിയുന്ന കാലത്ത് മാത്രമേ വാസ്തവത്തിൽ റിവിഷനിസത്തിനെതിരായിട്ടും ദലിത് അടിച്ചമർത്തലിനെതിരായിട്ടും പോരാടാം. കേരളത്തിൽ അതിന് പുതിയ രൂപഭാവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇവിടെ ജാതിക്ക് മനോഹരമായിട്ടുള്ള ഒരു ആവരണം, ആ കുഷ്ഠരോഗത്തിന് മറയ്ക്കാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ആവരണം റിവിഷനിസ്റ്റുകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും രൂപം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ശരി. ఇది కాలనీస్ ఉంది కాలనీస్ ಬಾಂಗ್ಲಾದೇಶ್ ಕಾಲನೀಸ್ ಬಾಂಗ್ಲಾದೇಶ್ ಕಾಲನೀಸ್ ಈ ಕಾಲನೀಸ್ இதெல்லாம் என்னது? அது வந்து காஸ்ட்டா? இன்னொன்று என்னென்னா அந்த தோட்டி வேலை செய்கிறாங்களாட்டா, ஸ்கேவெஞ்சிங், துப்புரவு பணி, அவங்களாம் யார்ட்டா? இது ரெண்டு മാത്രം சொல்லுங்கட்டா. அதுக்கப்புறம் ഇതൊരു കോളനിവൽക്കരിച്ച ജനങ്ങളുണ്ടല്ലോ, ഹൈവേക്ക് അപ്പുറം കേരളത്തിൽ അങ്ങോളം കോളനിവൽക്കരിക്കപ്പെട്ട ചില കണക്കുകൾ പ്രകാരം 10-14,000 കോളനികൾ കേരളത്തിലാണ്. പക്ഷെ നമ്മുടെ പൊതുനിരത്തുകളെല്ലാം വളരെ വൃത്തിയായി കിടക്കുകയും പൊതുനിരത്തുകളിൽ ജാതി സംസാരിക്കുകയും ചെയ്യാതോടൊപ്പം തന്നെ ഇങ്ങനെ കോളനിവൽക്കരിച്ച് ഇപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ബാംഗ്ലാദേശ് കോളനി എന്നറിയപ്പെടുന്ന കോളനിയിൽ പോവുകയും അവിടെ പോകുമ്പോൾ ഈ മലയാളം സംസാരിക്കാത്ത പല വിധത്തിലെ ജാതി ഉണ്ട് വൽക്കരിച്ചപ്പെട്ട സമൂഹങ്ങൾ, ഒരു മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരു അധസ്ഥിത ജാതി ഉണ്ടായിരുന്നു, കൈനോട്ടക്കാരായിട്ട്. അതുകൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് ചക്ലിയ കമ്മ്യൂണിറ്റി, അങ്ങനെയുള്ള കുറെ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവരൊക്കെ നമ്മുടെ ഇതെല്ലാം എന്ന കോളനി ആയിട്ടാ? ഇതൊക്കെ നമ്മുടെ പൊതുജീവിതത്തിന്റെ ഭാഗമാകാതെ ഇങ്ങനെ കോളനിവൽക്കരിച്ച് കിടക്കുന്ന ജാതികൾ ഈ പോക്കറ്റുകളിൽ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, വാസ്തവത്തില് ഈ കോളനികൾ ഉണ്ടാക്കിയത് പിന്നെ വാസ്തവത്തിൽ വലിയ തെറ്റാണെന്നാണ്. അവരെ അക്കമഡേറ്റ് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ. അവരെ അക്കമഡേറ്റ് ചെയ്യും, അവർക്ക് ഭൂമി കൊടുക്കുകയാണ് വേണ്ടത്. അത് കൊടുത്ത് അവർക്ക് ഉപജീവനത്തിനൊരു മാർഗം ഭൂമിയാണ്. ഭൂമി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം. അതിന് പകരം ഇവരെല്ലാം കേന്ദ്രീകരിച്ച് ഈ തോട്ടിപ്പണിയായാലും ഈ സമ്പന്നന്റെ വാസ്തവത്തിൽ ഭൃത്യന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ കോളനികളിൽ കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടം. ഇതാണ് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കാർഷിക പരിഷ്കരണത്തിലെ ഭീമമായ തെറ്റിൻ്റെ ഒരു ഫലമാണ്. അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ നമ്മുടെ രാജ്യത്തിന് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുകൊണ്ടുണ്ട്. അതിൻ്റെ നേരെ വിപരീതമാണ്. അതിനെ തമസ്കരിക്കുക, ആ കാഴ്ചപ്പാടിനെ തന്നെ തമസ്കരിക്കാനാണ് അവർ കോളനിവൽക്കരിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭൂമി കൊടുക്കുക, അവരുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുക, അങ്ങനെ ഡിമാൻഡ് വർദ്ധിക്കുക, അങ്ങനെ സപ്ലൈ. ഇതാണ് അതിൻ്റെ ക്രയശേഷി. ഇന്ത്യനിലെ ഈ 70% ഈ 70% പെട്ടവരെയാണ് നിങ്ങൾ കോളനിയിൽ കാണുന്നത്. ഈ ദരിദ്രന്മാരെയാണ് നമ്മൾ കോളനി. ഇവരെ 70% തന്നെ നമ്മൾ കാണണം. അതിന് പകരം ഇങ്ങനെ ഭാഗികമായിട്ട് കാണുന്നേരം നമ്മൾ ആനനെ കാണാൻ പോയ കൊണ്ടന്മാരെ വാരി കാണും. ഈ 70% നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അവരെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് അപ്പം നേരത്തിന് കൊടുക്കാൻ നിങ്ങളുടെ പദ്ധതി എന്താവും? അതിന് വാസ്തവത്തിൽ ഒറ്റ പോംവഴിയുള്ളൂ. ആദ്യമായിട്ട് അവരുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുക. ഈ 70% ക്രയശേഷി വർദ്ധിപ്പിക്കാൻ കോളനിയിൽ എന്താ പരിപാടി? ഈ രീതിയിൽ ക്രയശേഷി വർദ്ധിപ്പിക്കാൻ ഒന്നേ പരിപാടിയുള്ള ഭൂമി, കൃഷിഭൂമി കൃഷിക്കാർക്ക് കൊടുക്കുക. ഇന്ത്യയിലെ ഭൂമി
പുനർവിതരണം ചെയ്യപ്പെട്ടത് 6% ഈയിടെ ഞാൻ വായിച്ചവർ കാണും. അപ്പം 94% ആരെടുത്ത? അത് പരശുരാമൻ കൊടുത്തോണ്ട് എടുത്ത. പരശുരാമൻ മഴുവെറിഞ്ഞ് പിടിച്ചു കൊടുത്തോന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും. മനസ്സിലായില്ലേ? 94%. അപ്പൊ അത് ഇവന് കൊട്ടുകൊണ്ട് ഇവന്റെ ക്രയശേഷി വർദ്ധിപ്പിച്ചാൽ എന്താ ഫലം? ഈ 70% ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ജനതയുടെ ക്രയശേഷി വർദ്ധിപ്പിച്ചാൽ ഉൽപ്പന്നങ്ങളെ എത്ര വർദ്ധിക്കണം? ഇന്ന് അവന് വാസ്തവത്തിൽ ഈ അവന്റെ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊന്നും വാങ്ങാൻ പറ്റുന്നില്ല. അവന് വീടില്ല, കൂടില്ല, കസലില്ല, വീട്ടുപകരണങ്ങളില്ല, ഒന്നുമില്ല. പുതയ്ക്കാനൊരു പുറത്തു പോലുമില്ല. ഈ 70% വാങ്ങാൻ തുടങ്ങിയ ഡിമാൻഡ് എവിടെ? ഇന്നുള്ളതിന്റെ ഉൽപാദനം എത്ര വർദ്ധിപ്പിക്കണം? 10 ഇരട്ടിയോ 50 ഇരട്ടിയോ വർദ്ധിപ്പിച്ചാലേ അവന് വാസ്തവത്തിൽ കിട്ടുള്ളൂ. അപ്പൊ അവന്റെ ക്രയശേഷി വർദ്ധിച്ചെന്നുവെച്ചാൽ ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കണം. ആ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നേരം ആര് എവിടെ നിന്ന് നിങ്ങൾക്ക് തൊഴിലാളിന് കിട്ടും? മുതലാളിന്റെ ഈ തൊഴിലിന് വരുമോ? അപ്പം ഈ ഭൂമി കിട്ടി ക്രയശേഷി വർദ്ധിച്ച അവന്റെ മക്കൾ തന്നെയാണ് ഈ ജോലിയിലേക്ക് പോവുക. അപ്പോഴും എന്തുണ്ടായി? കൂടുതൽ ക്രയശേഷി വർദ്ധിച്ചു. ഉടനെ ഡിമാൻഡ്, ഉടനെ സപ്ലൈ. ഇങ്ങനെയാണ് ആദ്യകാലത്ത് 400-500 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പ് വികസിച്ചത്, ബ്രിട്ടൻ വികസിച്ചത്, ഫ്രാൻസ് വികസിച്ചത്, സ്പെയിന് വികസിച്ചത്, പോർച്ചുഗൽ വികസിച്ചതൊക്കെ എങ്ങനെയാണ്? യൂറോപ്പ് ഉടനീളം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഇവന്റെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ അവന് സാധ്യമായത് അവന്റെ ആഭ്യന്തര ഉൽപാദനം ഇങ്ങനെ ക്രയശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് വികസിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് തന്നെയാണ് നമ്മൾക്കും ചെയ്യാനുള്ളത്. അതായത് ഈ 70% ക്രയശേഷി വർദ്ധിപ്പിക്കും. അതിന് മറ്റേ പരശുരാമൻ മഴുവെറിഞ്ഞ് ഭൂമി കൊടുത്തോന്റെ കയ്യിൽ തന്നെ അത് വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. അതിന് ഇളക്കം തട്ടണം. അതിന് ഏത് ഭരണകൂടം തയ്യാറായത്? ഈ 60 വർഷത്തിൻ്റെ ഇടയിൽ ഇവിടെ തികച്ചും അപരിഷ്കൃതമായിട്ടുള്ള ഒരു കാർഷിക പരിഷ്കരണം നടന്നു. ബംഗാളിൽ എന്തൊക്കെയോ ചിലത് കാണുന്നു, വേറെയിടമാണ്. അതാണ് 6% ഭൂമി മാത്രമാണ് പുനർവിതരണം ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പൊ 94% എങ്ങനെ ഇന്ത്യയിലെ ദാരിദ്ര്യന്റെ ക്രയശേഷി വർദ്ധിക്കും? എങ്ങനെ ഡിമാൻഡ് വർദ്ധിക്കും? ഇവർ എങ്ങനെ കടം വാങ്ങിങ്ങാണ്ട് ക്രയശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും? കടം വാങ്ങിയിട്ട് ദരിദ്രന് കൊടുക്കാം, ഡോളർ വാങ്ങിങ്ങാണ്ട്. ചിലർ അതാ പറയുന്നത്, വിദേശ സഹായത്തോടെ നമുക്ക് വികസിക്കാം. വിദേശ സഹായം കൊണ്ടുവന്നാൽ ഇവിടുത്തെ പാവപ്പെട്ട സാധനം വാങ്ങും. നിങ്ങൾക്ക് ഫാക്ടറി ഉണ്ടാക്കാൻ പറ്റും, ഉൽപ്പാദനം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടി? വാങ്ങാൻ ക്രയശേഷിയുള്ളവന്, സമ്പന്നന് വേണ്ടി, ഇടത്തരക്കാരന് വേണ്ടി, അതിനു വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നു. പുതിയ യൂറോപ്പിൽ ഇറങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. വാങ്ങുന്നത് നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുന്നു. ആർക്ക് വേണ്ടി?